കൊച്ചുകുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആദ്യം കണ്ണു തുറന്ന് കാണുന്നത് നേഴ്സുമാരെയും ഡോക്ടർമാരെയും ആശുപത്രി സിറ്റുവേഷനുമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനി അവൻ സ്നാനക്കുളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് പുരോഹിതനെയും പട്ടക്കാരെയും ചർച്ചുകാരെയും ഒക്കെയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പുതുതായി ജനിക്കണം. പുതുതായി ജനിക്കുന്ന ഒരാൾ കാണേണ്ടത് ഇവരാരെയുമല്ല. പുതുതായി ജനിക്കപ്പെട്ട ആൾ സ്നാനക്കുളത്തിൽ നിന്ന് കയറുമ്പോഴല്ല കാണുന്നത്, അവൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ പുതുതായി ജനിക്കപ്പെടും. അവൻ കാണേണ്ട കാഴ്ച അവന്റെ മുമ്പിൽ ആദത്തിനെ സൃഷ്ടിച്ചിട്ട് അവനെ നോക്കിക്കൊണ്ടിരുന്ന പിതാവായ ദൈവത്തിന്റെ കണ്ണുകളാണ് അവൻ കാണേണ്ടത്. ഒരു നയമാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോ അവൻ കണ്ടത് തന്റെ ശരീരത്തിനെ ആണെങ്കിൽ, പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ഒരാൾ കാണേണ്ടത് തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്നേഹസ്വരൂപനായ 2 കരം വെച്ച് നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ മാറോട് ചേർത്തിരിക്കുന്ന ദൈവിക കുടുംബം എന്ന പിതാവായ ദൈവം ഉള്ള ദൈവിക കുടുംബം എന്ന സത്യത്തിലേക്കാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഭൂമിയിലെ കുടുംബം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലൊക്കെ യാത്ര ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്താഗതി ഒരു മനുഷ്യനുണ്ട്. അവന്റെ കുടുംബാംഗങ്ങളെ കാണാൻ, വീട്ടുകാരെ കാണാൻ, കുഞ്ഞുങ്ങളെ കാണാൻ, ഭാര്യയെ കാണാൻ, ഭർത്താവിനെ കാണാൻ ഒക്കെ അവർ വീട്ടിൽ എത്തിയാൽ മതി. കുടുംബം തലയിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ നടക്കുന്നതെങ്കിൽ എപ്പോഴും പുതുതായി ജനിച്ച ഒരാൾ ദൈവിക കുടുംബം അവന്റെ മനസ്സിനകത്ത് എപ്പോഴും വേണം. അതാണ് ഈ ഭൂമിയിൽ ജയകരമായി ജീവിക്കാനുള്ള ഒരു സൂത്രവാക്യം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.